ഉത്തരമലബാറിലെ നാലമ്പല ദർശനത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ക്ഷേത്രമാണ് കണ്ണൂർ പായത്തെ മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം. മഹാവിഷ്ണുവിനെ ശത്രുഘ്ന സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. 1000 വർഷത്തിലേറെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്നാണ് വിശ്വാസം. നൂറ്റാണ്ടുകളായി തകർന്നടിഞ്ഞു കിടന്ന ക്ഷേത്രം ദേവചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായി പ്രശ്നചിന്തയിൽ തെളിഞ്ഞതോടെയാണ് നവീകരിക്കപ്പെട്ടത്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിൽ വിശ്വാസികൾ കൈമെയ് മറന്ന് ഒരുമിച്ചതോടെ ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടു. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതോടെ പായം എന്ന നാടിന്റെ മുഖച്ഛായ തന്നെ മാറി. പുനരുദ്ധാരണവും പ്രതിഷ്ഠയും നടന്നതിന് ശേഷമാണ് കണ്ണൂർ ജില്ലയിൽ നാലമ്പല ദർശനം സാധ്യമായത്. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നചിന്തകൾ നടത്തുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ എല്ലാം മുന്നിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ ജനസാഗരം ഉണ്ടാകും. അന്ന് ഇതൊരു മിനി ഗുരുവായൂരായി മാറും. അന്ന് ഈ നാട്ടിലുള്ള പ്രവർത്തനം എല്ലാവർക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ കൊണ്ട് സാധിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ആ പറഞ്ഞ വാക്കുകൾ ഇന്ന് അച്ചട്ടം പോലെ മുന്നോട്ട് പോയാണ് ഈ ഒരു മിനി ഗുരുവായൂരിനായിട്ട് മാറി. അതിന് വേണ്ട ഉയർച്ചയ്ക്ക് വേണ്ട ആൾക്കാർ തിരുവനന്തപുരം മുതൽ കാസർഗോഡും അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്നും ഇവിടെ ഭക്തജനങ്ങൾ എത്താൻ തുടങ്ങി. ആ നാലമ്പല ദർശനമാണ് ഇവിടെ കാര്യമായ ഒരു മാസത്തെ മുന്നോട്ട് പോകുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്കുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഭഗവാന്റെ ഒരു കൈയിൽ സുദർശന ചക്രം അല്പമുയർത്തി രാജകീയ ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ക്ഷേത്ര നവീകരണത്തിന് പ്രദേശത്തെ മാതൃസമിതി നൽകിയ സംഭാവന വാക്കുകൾക്ക് അതീതമാണ്. കുറേ കാലഘട്ടം ക്ഷേത്രത്തിൽ ഈ നാട്ടിൽ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രവർത്തനം ഇല്ലാതെ കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ ജനങ്ങൾക്കത്ര ഇതുണ്ടായിട്ടില്ല. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ കുറേ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയിലേക്ക് പോകാൻ തന്നെ സാധിച്ചിട്ടത്. ശരിക്കും 83 കാലഘട്ടത്തിൽ തകർന്നടിഞ്ഞ് കിടന്നെടുക്ക ബാലാലയത്തിലായിരുന്നു ഈ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത്. അതും ചതില് പിടിച്ച് പോകാൻ തുടങ്ങിയിടത്താണ് അതിൻ്റെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി പല ആളുടെയും പ്രയത്നഫലമായി ശ്രീകോവിൽ നിർമ്മിച്ചിട്ട് തന്നെ പ്രതിഷ്ഠ നടത്തുന്നതിന് മുന്നേ തന്നെ ഇടിഞ്ഞു വീഴാറായ ഇതിനെല്ലാം ഈ നിർമ്മിച്ച ഇതിലേക്ക് തന്ത്രി എടുത്ത് മാറ്റി വെച്ചു. അങ്ങനെയെല്ലാമുള്ള ചരിത്രങ്ങൾ ഈ ക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രയത്നങ്ങൾ സഹിച്ചിട്ടുണ്ട്. എന്നതിന് ശേഷമാണ് ക്ഷേത്ര സമിതിയുമായി രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നാട്ടുകാരുടെ വിപുലമായ കമ്മിറ്റി വന്നതിന് ശേഷമാണ് ആ മാതൃസമിതിയുടെയും പ്രവർത്തന ഫലമായിട്ട് ഈ ക്ഷേത്രം ഇന്നീ കാണുന്ന ഉയർച്ചയിൽ എത്തിപ്പെടാൻ സാധിച്ചത്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിശ്വാസികളും ഒപ്പം ചേർന്ന് ഘട്ടം ഘട്ടമായി ക്ഷേത്രത്തിന്റെ നവീകരണം ഇപ്പോഴും നടത്തുന്നുണ്ട്. ആധ്യാത്മിക വഴിയിലേക്ക് ഒരു നാട് എങ്ങനെ നടന്നു കയറുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യം കൂടിയാണ് പായം മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം. ജനം, കണ്ണൂർ.